മാറിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഭാവങ്ങൾക്കുമപ്പുറം സ്ഥിരമായ ഒരു ഞാനിനെ നിങ്ങൾ അനുഭവിക്കാറുണ്ട്. നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് സെൽഫ് is a source of purpose, destiny and virtues beyond all change. പരമ ആത്മം. എന്താണ് പരമമായ ആത്മം? കാരണ ഉദ്ദേശ നിയതികൾ ചേർന്ന് എങ്ങനെ സ്രോതസ്സാകുന്നു? മനസാക്ഷി എങ്ങനെ നന്മയായി പ്രകടമാകുന്നു? ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആത്മത്തിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ സാധാരണ രീതിയിൽ അറിയുന്ന ആത്മം, അതായത് സ്പർശനീയമായ ആത്മം, പിന്നെ നമ്മൾ സ്വന്തമാക്കി വെക്കുന്ന ഉടമസ്ഥതയുടെ ഒരാത്മം, അതുപോലെ തന്നെ നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്ന കൺസ്ട്രക്ട് ചെയ്യുന്ന ആത്മം, അതീത ആത്മം, അതായത് അബ്സല്യൂട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മൾ സാധാരണ രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാത്മത്തിനും അപ്പുറത്ത് നമ്മൾ അറിയുന്ന, നമുക്ക് അറിയാൻ മാത്രം കഴിയുന്ന, എന്നാൽ തെളിയിക്കാൻ കഴിയാത്ത ഒരു ആത്മം. ഈ ആത്മത്തെയാണ് നമ്മൾ അതീതാത്മം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനും അപ്പുറത്ത് ഈ അതീതാത്മം എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ്, അല്ലെ? നമ്മളിൽ മാറ്റം ഉണ്ടാവും, സ്ഥിരമായിട്ട് നമ്മളിൽ ചേഞ്ചസ് ഉണ്ടാവും. ഈ മാറ്റം ഇല്ലാതെ ഇരിക്കുന്ന, ഞാൻ തന്നെ ആയിരിക്കുന്ന ഒരു ആത്മമില്ലേ, ആ ആത്മം എന്തായിരിക്കും? അതാണ് പരമമായ ആത്മം എന്ന് പറയുന്നത്. ഈ പരമമായ ആത്മത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പോഴും നിരന്തരമായി അത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ജൈവ സ്വഭാവം, ജീവന്റെ സ്വഭാവം ഉണ്ടല്ലോ. ജീവൻ എന്ന് വെച്ചാൽ സ്വയം പരിചരിക്കാനും സ്വയം സംരക്ഷിക്കാനും സ്വയം വംശീകരിക്കാനും ഒക്കെയുള്ള നമ്മുടെ ആ ഒരു ശേഷിയില്ലേ, ആ ശേഷി എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ നിരന്തരമായിട്ട് നിൽക്കുന്നതാണ്. ഇനി അഥവാ നമ്മൾ ജനിച്ചു മരിച്ചു എന്നുള്ളത് ഇരിക്കട്ടെ, നമ്മളൊരു പരമ്പരയിൽ കൂടെ കടന്നു വന്നതല്ലേ, ആ പരമ്പരയിൽ അത് ഏത് കാലത്തുമായിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ എല്ലാ മാറ്റങ്ങൾക്കും, നമ്മൾ ഉണ്ടായാലും ശരി ഉണ്ടായില്ലെങ്കിലും ശരി, നമ്മൾ നിലനിന്നാലും ഇല്ലെങ്കിലും, എല്ലാ മാറ്റങ്ങൾക്കും അപ്പുറത്ത് പരമമായി നിലനിൽക്കുന്ന ആ ഒരു സത്യമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ പരമമായ ആത്മം എന്ന് പറയുന്നത്. അത് ശരീരം, മനസ്സ്, വികാരങ്ങൾ എന്നുള്ളതിനൊക്കെ അതീതമായി നിൽക്കുന്നതാണ്. അപ്പോ അതീതമായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ അതീതാത്മം എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്. ശരീരം, മനസ്സ്, വികാരം എന്നുള്ളതിൽ സ്പർശിച്ചറിയാൻ കഴിയുന്ന, കൺസ്ട്രക്ട് ചെയ്തറിയാൻ കഴിയുന്നതിനും അപ്പുറത്ത് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന, അതീതമായി നിൽക്കുന്ന ആ ഒന്ന്, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇതെന്ന് പറയുന്നത് അതിനുമപ്പുറത്ത്, ഈ അതീത ആത്മത്തിനും അപ്പുറത്ത് എന്നേക്കുമായിട്ട് നിരന്തരമായി നിൽക്കുന്ന ഒരാത്മം, അതാണ് പരമമായ ആത്മം എന്ന് പറയുന്നത്. നമ്മളിപ്പോ അനുഭവിക്കുന്നു, ജീവിതത്തെ അനുഭവിക്കുന്നു, ഈ അനുഭവത്തിന് കാരണമാകുന്ന ആ യഥാർത്ഥ ഞാൻ, അതാണ് പരമമായ ആത്മം. നമ്മൾ എന്തിനെയാണോ അനുഭവിക്കുന്നതിന് കാരണമാകുന്നത് എന്താണോ അത്. ഇത് ആണ് നമ്മുടെ ജനനത്തിന് കാരണമാകുന്നത്. ആ ആത്മമാണ് ജനനത്തിന് കാരണമാകുന്നത്. നമ്മുടെ ഉദ്ദേശ്യത്തിന് കാരണം, ജീവിത ഉദ്ദേശം, പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ളതിന് കാരണമാകുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിന് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരവസ്ഥയില്, നിയതി എന്ന് പറയുന്നത്, ആ നിയതിക്ക് കാരണമാകുന്നതാണ്. അപ്പൊ ഈ എല്ലാ കാരണങ്ങൾക്കും ഉറവിടമാകുന്നത്, എല്ലാ കാരണങ്ങൾക്കും ഉറവിടം അല്ല, എല്ലാ വിധം നമ്മുടെ ജീവിതത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഉറവിടമാകുന്ന ആത്മമാണ് ഈ പറയുന്ന ഒന്ന്. അപ്പോ അതില് എങ്ങനെയാണ് ഈ ഉറവിടമാകുന്നത് എന്നത് നോക്കാം. ഒന്ന്, കാരണമെന്ന് പറയുന്നത് ഉത്ഭവത്തിന്റെ മൂലശക്തിയാണ്. അതായത് ഈ ഞാൻ ഉണ്ടാകുന്നത് എന്തിനാണ്? അതൊരു കേവല യാദൃശ്ചികതയുടെ പുറത്ത് സംഭവിച്ചു പോയതല്ല. എന്റെ ധർമ്മം നടപ്പിലാക്കാനായിട്ട് ഉണ്ടായിത്തീർന്നതാണ് ഞാൻ. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം നമ്മൾ സ്ഥിരം പറയാറുണ്ട്. എന്റെ ശരീരത്തിന്റെ ധർമ്മങ്ങൾ നടപ്പിലാക്കാനാണ് കൈ ഉണ്ടായിട്ടുള്ളത്, ശരീരമാണ് കയ്യെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കൈയുടെ ധർമ്മം എന്ന് പറയുന്നത്
ശരീരത്തെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത്. കൈയുടെ രൂപകൽപ്പന അത്തരത്തിലാണ് എന്നുള്ളതെല്ലാം. അപ്പോ എന്റെ ധർമ്മം നടപ്പിലാക്കുക എന്നതാണ് കൈ ഉണ്ടാകുന്നതിന്റെ കാരണം. അതുപോലെ ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ ഉദ്ദേശ്യത്തിന് വേണ്ടിയാണ്, അതിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ധർമ്മനിർവഹണമാണ്. ആ ധർമ്മനിർവഹണത്തിന് വേണ്ടി ഞാൻ ഉണ്ടായി. അപ്പൊ അതാണ് കാരണം, അതാണ് എൻ്റെ ഉത്ഭവത്തിന്റെ കാരണം. അപ്പോൾ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഉത്ഭവത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. 2, ഈ ലക്ഷ്യം നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ പർപ്പസ്. അപ്പൊ ലക്ഷ്യം നിർവഹിക്കുക എന്നുള്ള പർപ്പസിലേക്ക് വരുന്ന സമയത്ത് ജീവിതത്തിന്റെ ദിശ, ഏത് ദിശയ്ക്ക് പോകണം, എന്താണ് ജീവിതത്തിന് അർത്ഥമാകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ ഉദ്ദേശ്യം, പർപ്പസ് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദിശയിലൂടെ പോകുമ്പോൾ അന്തിമമായി എന്തുണ്ടാകണം, അവസാനമായിട്ട് എന്താണ് ഉണ്ടാകേണ്ടത് എൻ്റെ ജീവിതത്തിൽ, ഞാൻ എന്നുള്ള രൂപം ഉണ്ടായതിനു ശേഷം ഞാൻ അവസാനമായിട്ട് എന്തിലേക്കാണ് ചെല്ലേണ്ടത്, അതാണ് നിയതി എന്ന് പറയുന്നത്, ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അന്തിമ പ്രകടനം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം, സമ്പൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥ, അക്കംപ്ലിഷ് ചെയ്യുന്ന ഒരവസ്ഥ, ഇതാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പൊ ആ നിയതി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ കാരണമാകുന്നത് എന്താണ്? അപ്പൊ ഇതെല്ലാം ഞാൻ എന്നുള്ള ജീവിയുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പൂർണ്ണമായിട്ട് നിർണയിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിന്റെ ഉത്ഭവം, എൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഇവ മൂന്നുമാണ്. ഇവ മൂന്നും ചേർന്നിട്ടാണ് എൻ്റെ ആന്തരിക സ്വത്വത്തിന്റെ, ആന്തരിക സത്യത്തിന്റെ ഉറവിടമായിട്ട് മാറുന്നത്. ഈ മൂന്നും ചേർന്നിട്ട്, അതായത് കാരണം, ഉദ്ദേശ്യം, നിയതി, ഈ മൂന്നും ചേർന്നിട്ടാണ്. ഈ ഉദ്ദേശ്യത്തിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഹോളിലാണ് എൻ്റെ ജീവിതത്തിന്റെ സമ്പൂർണത ഉണ്ടാവുന്നത്, എൻ്റെ ജീവിതത്തിന്റെ ഗഹനത ഉണ്ടാവുന്നത്. അതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഇതിന്റെ പ്രസൻസ് തിരിച്ചറിയുന്നതിനെയാണ്, നമ്മുടെ ധർമ്മത്തിനനുസരിച്ചുള്ള നമ്മുടെ പ്രസൻസ് തിരിച്ചറിയുന്നതിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് പ്രകടമായി നമുക്ക് ബോധ്യപ്പെടാവുന്ന ഒരവസ്ഥ. ആ ബോധ്യപ്പെടാവുന്ന അവസ്ഥയാണ് നമ്മൾ മനസാക്ഷി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. മനസാക്ഷി എന്നുള്ളത് നമ്മുടെ ഉള്ളിലെ മനസാക്ഷി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ, നമ്മളൊരു കാര്യമായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് ഇത് ശരി, ഇത് തെറ്റ് എന്ന് വിവേചിക്കാൻ നമുക്ക് തോന്നുന്നത് ശരിതെറ്റുകളെ കുറിച്ചുള്ള യുക്തിയല്ല, അതിനേക്കാളും കൂടുതൽ നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതിന് കാരണമാകുന്നത്. അപ്പോൾ മനസാക്ഷി എന്നുള്ളതാണ് ഈ പറയുന്ന കാരണ ഉദ്ദേശ നിയതികളുടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഇതിനെല്ലാം ഓരോന്നിനെ തിരിച്ചറിയാൻ, മനസാക്ഷിയെ തിരിച്ചറിയാൻ, ധർമ്മത്തെ തിരിച്ചറിയാൻ ഒക്കെ വാസനകളും ചോദനകളും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ധർമ്മത്തിനനുസരിച്ചുള്ള ഒരു നിലയിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ മനസാക്ഷി എന്നുള്ളത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ശരി തെറ്റ് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഈ മനസാക്ഷിയാണ്. നമ്മുടെ ഉള്ളിലെ സത്യസന്ധത എന്നുള്ളത്, സത്യസന്ധത പാലിക്കാൻ നമുക്കുള്ള പ്രവണതയില്ല, അതൊരു യുക്തിയുടെ പുറത്ത് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഉള്ളിലെ സത്യസന്ധത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ സത്യസന്ധത എന്നുള്ളത്, നമ്മുടെ ഉള്ളിലെ കരുണ എന്നുള്ളത്, നമ്മൾ ഒരാളുടെ ടീച്ചിങ് കേട്ടിട്ട് കരുണയിലേക്ക് വരുന്നതും നമ്മുടെ ഉള്ളിൽ നിന്ന് കരുണ ഉണ്ടാകുന്നതും രണ്ടും രണ്ടാണ്. നമ്മുടെ ഉള്ളിലെ ധർമ്മബോധം എന്നുള്ളത് അതനുസരിച്ച് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. അത് നമ്മുടെ വെർച്യൂ ആയിട്ട്, ഒരു ഗുണമായിട്ട്, നമ്മുടെ നന്മയായിട്ട് അത് വെളിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മൾ എന്ത് തീരുമാനിക്കുമ്പോഴും, നമ്മൾ എന്ത് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴും ആ തീരുമാനങ്ങളിൽ നന്മയിലേക്ക് നയിക്കുന്ന ആന്തരിക ശബ്ദമാണ് ഈ പറയുന്ന മനസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മത്തിന്റെ ശുദ്ധമായ പ്രകടനമാണ് ഈ മനസാക്ഷിയിലൂടെ ഗുണങ്ങളായി പുറത്തു വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് അനുഭവവേദ്യമായ പരമമായ ആത്മം. നമ്മൾ ഇവിടെ ആത്മയാനത്തിന് നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ആത്മയാനത്തിന്റെ 2ാം ഘട്ടം ഉണ്ട്. അത് ഗുരുകുലത്തിന്റെ അകത്ത് ഭാഗമായിരിക്കുന്നവർക്ക് മാത്രം നൽകുന്നതാണ്. അവിടെ വരുമ്പോൾ ഇതിന്റെ അകത്തുള്ള അടുത്ത തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. പക്ഷെ നിലവിൽ ഒരു ആത്മീയ അന്വേഷിയെ സംബന്ധിച്ചിടത്തോളം, ആത്മീയ അന്വേഷണം നടത്തുന്ന സമയത്ത് പരമമായ ആത്മം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ സ്വം എന്നുള്ളൊരവസ്ഥയിൽ, സ്വത്വത്തിന്റെ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതാണ് മനസ്സിലാവുക, ഇതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇവിടം കൊണ്ട് ബോധ്യപ്പെട്ടാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിന് എല്ലാവർക്കും അത് പറഞ്ഞിട്ടുള്ളതല്ല. അതുവരെ അന്വേഷിച്ച് പോകേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അവിടെ എത്തേണ്ടവരെത്തും, എത്തേണ്ടാത്തവര് എല്ലാവർക്കും മനസാക്ഷിയുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷിയാണ് അവരുടെ വെർച്യുവിനെ വെളിപ്പെടുത്തുന്നത്, അവരുടെ പരമമായ ആത്മത്തെ വെളിപ്പെടുത്തുന്നത്.
അതിനെ അറിഞ്ഞാൽ മതി, അതിനെ അറിഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെട്ട് നിന്നാൽ മതി. നമ്മൾ പ്രകൃതിയുമായി ചേർന്നിണങ്ങിയ ഒരു തലത്തിലായിരിക്കും. പരമമായ ആത്മം എന്തെന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഒരു പ്രാഥമിക ബോധ്യം കിട്ടിക്കാണും. നമ്മൾ ഇതിനെ സ്പർശിക്കാനുള്ള ഒരുപാട് വഴികളിലൂടെ ഇനി യാത്ര ചെയ്യും. അതുവരേക്കും നിങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെയൊക്കെ അണ്ടർലൈയിങ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതുവരേക്കും നിങ്ങളേവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പകർന്നുകൊണ്ട് നിങ്ങളെ ചിന്തയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.